ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ജലജയ്ക്ക് ആകെ പരാതികളാണ്. അവിയോട് പറയുന്നുണ്ട്, എൻ്റെ സാരി എല്ലാം അങ്ങ് പഴയതായി, ഒത്തിരി നാളായി ഞാൻ കുറേ സാരികളൊക്കെ എടുത്തിട്ട്, നല്ല സാരി എടുക്കണമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ക്യാഷ് വരാഞ്ഞ കാരണം മാത്രമാണ്. എന്തായാലും നിനക്ക് കാശ് കിട്ടുമ്പോൾ വേണം എനിക്ക് കുറേ പുത്തൻ സാരികളൊക്കെ പളപളാ മിന്നുന്നതൊക്കെ എടുക്കണമെന്ന്. ആദ്യം ക്യാഷ് ഒന്ന് കയ്യിലോട്ട് വന്നോട്ടെ, അതിനു മുമ്പ് ഇങ്ങനെ സ്വപ്നങ്ങളൊന്നും അമ്മ കാണരുത്. നാളെ അമ്മായി അവളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോഴത്തേന് അവളുടെ നാക്കെങ്ങാനും പിഴച്ചു പോയാൽ ഒന്നും കൈ കിട്ടത്തില്ല. കാശ് കിട്ടാതിരുന്ന എങ്ങനെ മേടിക്കാനാ? ഞാനാണെങ്കിൽ ഒരുപാട് പ്ലാനൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നതൊക്കെ അഭി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ടാണ് ദേവേനി അങ്ങോട്ട് വരുന്നത്. ദേവേനി അവിടെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അമ്മയും മോനോടെ പ്ലാൻ ചെയ്യുന്നതൊക്കെ. എന്നിട്ട് ദേവേനിക്ക് അങ്ങ് ദേഷ്യം വരും. ദേവേനിയെ കളിപ്പിച്ച് കാശുണ്ടാക്കാനായിട്ട് അമ്മയും മോനും ഓരോ തന്ത്രങ്ങളൊക്കെ മെനയുന്നത് കണ്ടിട്ട്. എന്നിട്ട് ദേവേനി ഇതെല്ലാം കേട്ട് നിന്നിട്ട് അങ്ങ് അകത്തോട്ടങ്ങ് കയറിപ്പോവും. അന്നേരം അഭി പറയും, ഇനി നാളെ അവളെങ്ങാനും വല്ലതും മാറ്റി പറഞ്ഞു പോയി എന്ത് ചെയ്യുമെന്നോർത്ത് എനിക്ക് ടെൻഷനാണ്, അങ്ങനെയാണെങ്കിൽ അകത്ത് പോവും ഞാൻ എന്നൊക്കെ പറയും. എന്നാലും നീ അവൾക്ക് 10 ലക്ഷം ഒന്നും കൊടുക്കണ്ടായിരുന്നെന്ന് പറയും. അമ്മേ, ഇത്ര പോരാ, പിന്നീട് അവളാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അവളുടെ കയ്യിലോട്ടാണ് ചെക്ക് കിട്ടുന്നത്, അപ്പോൾ എത്ര ലക്ഷം ഉണ്ടെന്നൊക്കെ അവൾ കാണില്ലേ, അപ്പോൾ അവൾക്ക് അതനുസരിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബാക്കി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയും. എന്നാലും കുറച്ച് ലക്ഷങ്ങളൊക്കെ എങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് ജലജ. അഭി പിന്നീട് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേന് കഴിഞ്ഞ ദിവസം അഭി എടുത്തിട്ട് അടിച്ച SI അവിടെ ചെക്കിങ്ങിന് നിൽക്കുന്ന കാണുന്നുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് വീണ്ടും കുഴപ്പമിളകും, അതുകൊണ്ട് അവൻ കാണാതെ പോയേക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് പാഞ്ഞ് വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട്. ദേവേനി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ സന്തോഷിച്ചും തന്നെ ചിരിച്ചുമൊക്കെ നിൽക്കുന്ന സമയത്താണ് നയന അങ്ങോട്ട് വരുന്നത്. നയന വരുന്ന കാണുമ്പോഴേ ദേവയാനി മനസ്സിലോർക്കും, ഞാൻ കരൾ തന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാൻ വരുന്ന വരവായിരിക്കും, ടെൻഷൻ അടിച്ചുള്ള വരവ് കാണുമ്പോഴേ അറിയാം എന്ന് പറഞ്ഞ് ദേവാനി ഇങ്ങനെ ഒന്നും അറിയാത്ത പരുത്തി നിൽക്കും. അന്നേരം നയന ഇങ്ങനെ എന്ത് ചോദിക്കണമെന്നൊക്കെ അറിയത്തില്ലാതെ പതുക്കെ വന്ന് ദേവയാനി എടുത്ത് നിൽക്കുന്നുണ്ട്. ദേവയാനി ചോദിക്കും, നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോന്ന്? അതല്ലമ്മേ, ഒന്നും ചോദിക്കാനില്ല. എന്നാൽ പിന്നെ എന്തിനാ നീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? നിൻ്റെ മുഖം എനിക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പോകാൻ പറയും. അതല്ലമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞു, അതൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിക്കാം. എന്താണെന്ന് ചോദിക്കും. അതല്ല, അമ്മയ്ക്ക് കരൾ തന്ന പെൺകുട്ടിയെ അമ്മ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു, അത് ആരാന്ന് ചോദിക്കും. അത് നീ എന്തിനാ അറിയുന്നത്? നിങ്ങളോടെല്ലാം ഞാൻ ചോദിച്ചതല്ലേ, എന്നിട്ട് ആരും എനിക്ക് പറഞ്ഞു തന്നില്ല, അവസാനം ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ചെന്ന് പറയും. അമ്മയെ ചുമ്മാ ആരെങ്കിലും അമ്മ കളിപ്പിക്കാനായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് ബാങ്കിൽ പോലും ക്യാഷ് ഇടാൻ പറ്റാത്ത കാലമാണ്, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് അമ്മയെ ആരെങ്കിലും കളിപ്പിച്ചതായിരിക്കും അമ്മയെന്ന് പറയും. അതൊന്നും നിങ്ങൾ പറയേണ്ട, ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി. അല്ല, ഞാൻ കണ്ടുപിടിച്ച പെൺകുട്ടി ആരാന്ന് നിങ്ങൾക്ക്, അല്ല വേറെ പെൺകുട്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പറ, ആരാ എനിക്ക് കരൾ തന്നെന്ന് ചോദിക്കും. അത് പിന്നെ ആ സമയത്ത് ഞാൻ വന്നില്ലായിരുന്നു അമ്മയെ, എനിക്ക് അറിയത്തില്ല എന്നൊക്കെ നയന നിന്നങ്ങ് പരുങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ ദേവയാനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആദർശിനോടും ജയേട്ടനോടും പറ, എന്നോട് അതാരാണെന്ന് പറഞ്ഞു തരാൻ പറയാൻ പറയും. അത് ഞാൻ പറയാം, എന്നാലും അമ്മ ഇങ്ങനെ ആരും കളിപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയുടെ അടുത്തുനിന്ന് അങ്ങ് പോകുന്നുണ്ട് നയന. അപ്പം നയനെ നോക്കി ദേവയാനി ഓർക്കുന്നുണ്ട്, മോളെ നിന്നെ എനിക്ക് ഒരുപാട് മനസ്സിലായി, ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ഭർത്താവായ ആദർശ് പോലും നിന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല, അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മോളെ എന്നൊക്കെ അങ്ങനെ. പക്ഷെ അത് നയനെ അറിയുന്നൊന്നുമില്ല. എന്നിട്ട് നയനെ അങ്ങ് പോയി നേരെ മുത്തശ്ശിയുടെ മുറി ചെല്ലുന്നുണ്ട്. നയനയ്ക്ക് ആകെ ടെൻഷൻ, അമ്മയെ ആരെങ്കിലും കളിപ്പിക്കാനായിട്ട് കാശ് തട്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടോയെന്ന്. എന്നിട്ട് അത് മുത്തശ്ശിയോട് പറയും. മുത്തശ്ശി പറയും, മോളെ അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തടയണമല്ലോ, ആരെങ്കിലും അവളെ കളിപ്പിക്കുന്നതായിരിക്കും എന്ന് മുത്തശ്ശിയും പറയും. എന്തായാലും നമുക്ക് അത് കണ്ടുപിടിക്കണമേ, ആർക്കെങ്കിലും അമ്മ ചെക്ക് കൊടുക്കണേ, ആ ചെക്ക് അവർ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുമല്ലോ, അന്നേരം അത് ആരാ മാറിയെടുത്തെന്നുള്ള കാര്യം നമുക്ക് ബാങ്കിൽ നിന്ന് അറിയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വഞ്ചന കുറ്റത്തിന് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും, ആ കാശ് നമുക്ക് തിരിച്ചു പിടിക്കാനൊക്കെ പറ്റും. എന്നാലും ഇങ്ങനെ ആരാ കളിപ്പിക്കുന്ന അറിയത്തില്ലല്ലോ, ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ അമ്മയെ ആരും അങ്ങനെ കഷ്ടപ്പെടുത്തുന്നതോ കളിപ്പിക്കാനോ ഞാൻ സമ്മതിക്കത്തില്ല, അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണെന്ന് പറഞ്ഞ് നയന മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. മുത്തശ്ശി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അഭി ശരണ്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അഭിയോട് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, മോനെ നീ ഒരിക്കൽ എൻ്റെ മോളെ സ്നേഹിച്ച് വഞ്ചിച്ചവനാണ്, കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് നീ ഇവളെയും കൊണ്ട് നടന്നതല്ലേ, എന്നിട്ട് അതിൽ നിന്നൊക്കെ എൻ്റെ മോൾ റിക്കവറി ആയി വരുന്നതേ ഉള്ളൂ, അന്നേരമാണ് നീ അടുത്ത ഏടാകൂടമായിട്ട് വരുന്നത്, ഇതൊക്കെ ആകെ പ്രശ്നമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എങ്ങാനും പിടിക്കപ്പെട്ടു പോയാൽ എൻ്റെ മോളുടെ ഭാവി പോകുകയില്ലേ എന്നൊക്കെ ചോദിക്കും. ഇത് ഒരു വിധത്തിലും പിടിക്കാനൊന്നും പോകുന്നില്ല അമ്മ, ഇത് ആരോടും പറയുകയല്ല, നിന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നം
പ്രശ്നമില്ലെന്ന് പറയും. എന്നാലും ഒരു 10 ലക്ഷമൊക്കെ കുറഞ്ഞു പോയില്ലേ മോനെ, നിനക്ക് അത്രയും കൂടുതൽ ലക്ഷങ്ങൾ കിട്ടുന്നതല്ലേ, അപ്പം അത് കൂടുതൽ കിട്ടണ്ടേന്ന് ചോദിക്കും. അത് ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, ഇവൾ അഭിനയിക്കുന്ന മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇവക്ക് മാത്രമൊക്കെ മതി. മുതലാളി എന്തായാലും ഞാനാണ്. ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭമെല്ലാം തൊഴിലാളികൾക്കും, നഷ്ടം വന്നാൽ മുതലാളി സഹിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു വീതം മാത്രമേ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അബിയെ അവർ യാത്രയാക്കുന്നുണ്ട്. അന്നേരം അബി പോയി കഴിയുമ്പോഴത്തേന് ശരണ്യയുടെ അമ്മ പറയും, ഇവനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പോകണ്ട മോളെ, ചിലപ്പോൾ ഇവൻ കാശ് തന്നില്ലേലോ ഒന്നും. അതൊന്നും അമ്മ പേടിക്കണ്ട. അവൻ്റെ അമ്മായി ആ ചെക്ക് തരുന്നത് എൻ്റെ കയ്യിലാണ്. അന്നേരം അത് മാറിയെടുക്കേണ്ടത് ഞാനാണ്. അത് കാരണം കാശിൻ്റെ കാര്യം ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് അബിയും കൂട്ടുകാരുടെ വണ്ടിയിലിരുന്ന് മദ്യപിക്കുന്നതാണ്. അന്നേരം അബി പറയുന്നുണ്ട്, വളരെ കാലത്തിന് ശേഷമാണ് കുറേ ലക്ഷങ്ങൾ എൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. ഇതുവരെ ഞാൻ ശരിക്കും അനുഭവിക്കുകയായിരുന്നൊക്കെ പറയും. നീ എന്ത് വർത്താനം പറയുന്ന, മൂർത്തിസ് ഗ്രൂപ്പിലെ കൊച്ചുമോനല്ലേ നീ, അപ്പം പിന്നെ നിനക്ക് ഈ കാശിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടോയെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും നേരത്തെ ഇല്ലായിരുന്നു, ഇഷ്ടം പോലെ കാശിട്ട് പെരുമാറിക്കൊണ്ടിരുന്നതാണ് ആദർശ്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും കൺട്രോൾ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ MD അവനല്ലേ, അതുകൊണ്ട് അവൻ്റെ ഒരു ഒപ്പ് വേണം എനിക്ക് കാശ് എടുക്കണമെങ്കിൽ. അവൻ്റെ ഒപ്പിന് ഇപ്പം പൊന്നിൻ്റെ വിലയാണെന്ന് പറയും. പിന്നുള്ളത് ട്രസ്റ്റാണ്. ട്രസ്റ്റിൻ്റെ തലവൻ ഇപ്പോഴും ആ ക്യാൻസർ വന്ന് ചാകാൻ കിടന്ന ആ വല്യപ്പൻ തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്നും കിട്ടത്തില്ലെന്ന് പറയും. അപ്പോൾ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും നിനക്ക് ഒരു വിധത്തിലും കാശ് കിട്ടാൻ വഴിയില്ലല്ലേ നീ. അതുകൊണ്ട് ഞാൻ ആദർശിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ ലക്ഷങ്ങൾ തട്ടിയെടുക്കും. അതേ ഒരു മാർഗ്ഗമുള്ളൂ. എന്തായാലും ഞാൻ ആ റെസ്റ്റോറൻറ്റ് മേടിക്കും, നിങ്ങൾ വേണം അത് നടത്താനായിട്ട്. അതിൻ്റെ ലാഭം എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ എടുത്തോ, പക്ഷേ ഒരു ഫിക്സഡ് എമൗണ്ട് ഡെയിലി എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയും. അതൊക്കെ കൂട്ടുകാർ സമ്മതിക്കുന്നുണ്ട്. നവ്യ ഉറങ്ങാതെ അഭി വരുന്നത് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് രാത്രിയിൽ കുടിയും കഴിഞ്ഞ് അഭി കയറി വരും. അന്നേരം നവ്യ കതക് തുറന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ കുടിച്ചിട്ടുണ്ടോ എന്ന്. അതെ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നാൽ ഈ വീട്ടിലുള്ളവരെല്ലാം ഞാൻ വിളിച്ചുണർത്തി കാര്യം പറയട്ടെ എന്ന് ചോദിക്കും. നീ എന്തിനാ അതൊക്കെ വിളിച്ച് പറയുന്നത്, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ചെറുതായിട്ടൊക്കെ കുടിക്കുമെന്ന്, അതുകൊണ്ട് നീ വലിയ ഇതൊന്നും പറയണ്ടെന്ന് പറയും. എന്നാലും നീ ഈ വീട്ടിലെ അംഗമല്ലേടാ, നിനക്ക് എന്നാ ഈ ഒരു മാനേഴ്സ് ഇല്ലാത്ത എന്നൊക്കെ പറയും. ഞാൻ നിന്നെ കെട്ടിയത് പിന്നെ എനിക്കിങ്ങനെ കുടിക്കാതെ ഉറങ്ങാൻ പറ്റാത്തില്ലാത്ത അവസ്ഥയായി. ഞാൻ എത്ര നാളായെന്നറിയോ അല്ലാതെ ഒന്ന് ഉറങ്ങിയിട്ട് എനിക്ക് നിന്നെ സഹിക്കാനേ പറ്റുന്നില്ല. നിന്നെ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് കരുതാൻ പോലും പറ്റുന്നില്ലെന്ന് പറയും. അത്ര ബുദ്ധിമുട്ടാണ്, നീ എന്നെ കളയടാ, എന്നിട്ട് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറയും. ഞാൻ ഈ അനന്തമൂർത്തിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നീ ഈ വീട്ടിൽ ഒരർഹതയില്ലാതെ നീ വന്ന് കയറിയവളാ, എന്നിട്ട് നിനക്ക് ഇവിടെ കഴിയണം, ഇതെവിടുത്തെ ന്യായമാണെന്ന് പറയും. നീ ന്യായത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഞാനിപ്പം ഗർഭിണിയാണ്, താമസിയാതെ നീ ഒരു അച്ഛനാകും, എന്നിട്ട് നിനക്ക് അതിൻ്റേതായ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലല്ലോ, നിനക്ക് കുടിച്ചിങ്ങനെ നടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയും. എനിക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നീ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ രക്ഷപ്പെടത്തില്ലടി എന്നൊക്കെ പറഞ്ഞ് അഭി അകത്തേക്ക് പോവാണ്. അന്നേരം നവി അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ജാനകി പത്രം വായിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ദേവയാനി ഒരുങ്ങി ഇറങ്ങി വരുന്നത്. ഏട്ടത്തി എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് പുറത്ത് പോവുക, എനിക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോകണമെന്ന് പറയും. അയ്യോ എന്നാൽ ഏട്ടത്തി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വരുമായിരുന്നല്ലോ എന്ന് പറയും. അത് സാരമില്ല, എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ കാണണം, അതുകൊണ്ട് 2 മണിക്കൂറിനകം ഞാനിങ്ങ് വരും, അതുകൊണ്ട് നീ ഇന്ന് അടുക്കളയിലെ പണിയെല്ലാം ചെയ്യണം കേട്ടോ എന്ന് പറയും. എന്ന് ഞാൻ തന്നെയല്ലേ കിടന്ന് പണിയുന്നത്, ഇന്ന് നീ ഒന്ന് ചെയ്തേക്കാൻ പറയും. ശരി അതിന് കുഴപ്പമില്ല ഞാൻ ചെയ്തേക്കാമെന്ന് പറയും. എന്നിട്ട് ദേവേനി അങ്ങ് ഇറങ്ങിപ്പോവും. അന്നേരം ജലജ ഇറങ്ങി വന്നിട്ട് ചോദിക്കും എവിടെ പോവാന്ന്. അന്നേരം ജാനകി പറയും ആർക്കറിയാം, ഇവരിപ്പം ആകെ ഒരു ചുറ്റലല്ലേ, പുറത്തോട്ട് പോവാന്നാണ് പറഞ്ഞേ, എവിടാണ്ട് ഫ്രണ്ടിനെ കാണണമെന്നോ അമ്പലത്തിൽ പോകണമെന്നോ ഒക്കെ പറഞ്ഞാൽ പോയിരിക്കുമെന്ന് പറയും. എന്നാലും ജലജയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അഭി വിളിച്ചിട്ട് ആ ശരണ്യയെ കാണാൻ പോവുമായിരിക്കും എന്ന്. അപ്പോൾ ഇന്ന് തന്നെ കാശ് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ജലജ. അഭി കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദേവയാനി വരാനായിട്ട്. അപ്പോൾ ദേവയാനി ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അഭി ഇറങ്ങി ചെന്നിട്ട് ചോദിക്കും, അമ്മായി ഇങ്ങോട്ട് പോരുന്നത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നെന്ന് ചോദിക്കും. ഇല്ല ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ വന്നെന്ന് പറയും. എന്നാൽ ഇത് ആരോടും പറയണ്ട കേട്ടോ എന്ന് പറയും. ഇന്ന് എന്തായാലും നമുക്ക് ആ കുട്ടിയെ കാണാൻ പറ്റുമല്ലോ അല്ലേ എന്ന് ദേവേനി ചോദിക്കും. അതേ കാണാമെന്ന് പറയും. ഇവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ടോ എന്ന് ചോദിക്കും. കുറച്ച് ദൂരമുണ്ട്, എന്നാലും കുഴപ്പമില്ല നമുക്ക് പോയി കാണാം എന്ന് പറയും. അന്നേരം ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഇന്ന് അവിടെ കാണുമെന്ന് ചോദിക്കും. അതിന് ആ കുട്ടി കല്യാണം കഴിച്ചതല്ല അമ്മായി, അതിന് ഭർത്താവൊന്നും ഇല്ലാത്തതാന്ന് പറയും. അന്നേരത്തേന്
ദേവയാനി പറയുന്നുണ്ട്, ആദർശും ചേട്ടനും ഒക്കെ പറഞ്ഞത് ആ കുട്ടി കല്യാണം കഴിച്ചതാണെന്നാണല്ലോ എന്ന് പറയും. അപ്പോൾ അവർ പറയുന്ന എല്ലാം നുണയല്ലേ അമ്മായി, ഇപ്പം തന്നെ അമ്മായി അവർ ഈ പെൺകുട്ടിയെ കാണിച്ചു തന്നില്ലല്ലോ, ഞാനല്ലേ കാണിച്ചു തരാൻ വന്നത്, അതുകൊണ്ട് അവർ പറയുന്നൊന്നും വിശ്വസിക്കേണ്ടെന്ന് പറയും. എന്തായാലും നമുക്ക് അവിടെ വരെ പോകാം എന്ന് പറഞ്ഞ് ദേവയാനി പോവുകയാണ് അബിയുടെ കൂടെ. എന്നാൽ ദേവയാനി എവിടെ പോയതാണെന്ന് അറിയാതെ ജയനും അജയനും ഒക്കെ ആകെ ടെൻഷനിലാണ്. അയാളെ ആരോ കളിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 50 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ വെച്ച് ഇനി അയാൾ കൊടുത്തോണ്ടേ ഇരിക്കും ആ പെൺകുട്ടിക്ക്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ തന്നെ അജയൻ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ പേര് നമ്മളിൽ നിന്ന് തന്നെ അറിയാൻ ഏട്ടത്തിൽ ശ്രമിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇങ്ങനൊരു കാര്യം വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ലെന്ന് പറയും. അന്നേരം നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അച്ഛാ, അമ്മ എവിടെ പോയെന്നൊക്കെ ചോദിക്കണം പറയും. എല്ലാവരും വിളിച്ചു നോക്കി, പക്ഷെ അയാൾ ഫോൺ എടുക്കുന്നില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ ആ പെൺകുട്ടിയെ കാണാൻ പോയതാണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുകയാണ്. അന്നേരം ആ ടെൻഷനിൽ തന്നെ നിൽക്കുകയാണ് നയനയും. അങ്ങനെ നയനയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.